ഹായ് ഓൾ, എല്ലാവർക്കും മീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ്, മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സുകൾക്കൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് അലമാരയിലൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ, അതല്ലെങ്കിൽ റൂമിലൊക്കെ ഒരു നനഞ്ഞ ഒരു ഈർപ്പം നിറഞ്ഞ സ്മെല്ല് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അപ്പം ഞാൻ കാലിയായിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സ്പഞ്ച് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ബോട്ടിൽ ഏകദേശം ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള ലിഡാണത്. അതിൽ നിറയെ ഞാനൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അലമാരയിൽ മാത്രമല്ല കേട്ടോ, ബാത്റൂമിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബേഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലൊരു സ്മെല്ലായിരിക്കും. ആ ഒരു ലെഡിൽ അത്യാവശ്യം തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ലെഡിൽ ഇതുപോലെ നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ വരുന്ന ലിഡാണ് കേട്ടോ അത്. പുറത്ത് വരുന്ന ലിഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ലിഡ് മാത്രം മതി, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്മെല്ലിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പെർഫ്യൂമാണ്. നിങ്ങളുടെ കയ്യിൽ പെർഫ്യൂം ഇല്ല എങ്കിൽ കംഫർട്ട് യൂസ് ചെയ്താലും ഒത്തിരി നാൾ നമുക്ക് ആ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്മെല്ലുള്ളൊരു പെർഫ്യൂമാണ് ഞാൻ ഇപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പഞ്ചിലേക്ക് തന്നെ നന്നായിട്ട് പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾസിനുള്ളിലൂടെ ആ ഒരു സ്പഞ്ചിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരും. അപ്പോൾ ഈർപ്പം നനഞ്ഞ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്ത് അലമാരയിലൊക്കെ വെക്കുന്ന ഡ്രസ്സുകളൊക്കെ പൂപ്പൽ സ്മെല്ലൊക്കെ വരാറുണ്ട് അല്ലേ? അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് സാരിയുടെ ബ്ലൗസാണ് കേട്ടോ. ഈ ഒരു ബ്ലൗസിൻ്റെ കൊളുത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എല്ലാ കൊളുത്തും നന്നായിട്ട് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊളുത്ത് തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കുളത്തിലുള്ള തുരുമ്പ് നമ്മൾ കൊളുത്തിട്ട് വെക്കുന്ന ഒരു പടി ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ആയിട്ട് ആ ഒരു ബ്ലൗസ് തന്നെ വൃത്തികേടാവാറുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ എല്ലാ കൊളുത്തും നന്നായിട്ട് തന്നെ തുരുമ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൗസിൻ്റെ വേറൊരു ഭാഗത്തേക്കും ആ ഒരു തുരുമ്പ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എത്ര നാൾ നമ്മൾ എടുക്കാതെ വെച്ച് കഴിഞ്ഞാലും തുരുമ്പ് കയറാതെ സേഫായിട്ട് നമുക്ക് ബ്ലൗസുകൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ഒട്ടും ക്യാഷ് ചിലവില്ല. നമ്മുടെ മക്കളുടെ കയ്യിലുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതാ മക്കളുടെ നോട്ട്ബുക്കിലെ ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പടി വരുന്ന അത്രയും ലെങ്ത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു നീളം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു ഇത് വേണം. അപ്പം ഞാൻ ആ ഒരു പേപ്പർ സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കൊളുത്തിടുന്ന ഭാഗം ആ ഒരു പേപ്പറിനുള്ളിലേക്ക് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കാണ് കൊളുത്ത് വരുന്ന ഭാഗം വെക്കുന്നത്. അപ്പോൾ കുളത്തിലുള്ള തുരുമ്പും ഒരിക്കലും മറ്റേ ഡ്രസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആവുകയില്ല. കാരണം അവിടെ ഈ ഒരു പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ പേപ്പറിലേക്ക് മാത്രമേ അതാവുള്ളൂ. ഇനി പേപ്പറിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതാവുകയില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. എന്നാൽ വളരെ യൂസ്ഫുൾ ആണ് താനും. പ്രത്യേകിച്ച് നല്ല ബ്ലൗസൊക്കെ ആണെങ്കിൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനൊക്കെ മടിയായിരിക്കും കറിയൊക്കെ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും ഇല്ലാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും ആ ഒരു കുളത്തിന് തുരുമ്പൊന്നും കയറില്ല. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം തന്നെ നമ്മൾ ഒത്തിരി തവണ ക്ലീൻ ആക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ കിച്ചൺ സിങ്കിൽ ഇതേപോലെ എണ്ണക്കറിയും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ദുർഗന്ധം കളയാനും സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ നല്ലപോലെ ക്ലീനാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മളിത് കേക്കൊക്കെ ബേക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. മാത്രമല്ല ദുർഗന്ധമൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ബേക്കിംഗ് സോഡ എടുത്തതിന് ശേഷം ആ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിതാ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും സോഡാപ്പൊടി നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ദുർഗന്ധം കൂടുതലായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടൊന്നുമില്ല. സ്ക്രബ്ബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അവിടെ ഇട്ടുള്ള ഉപ്പ് കറിയായാലും എണ്ണക്കറിയായാലും അഴുക്കും കറിയൊക്കെ നല്ല രീതിയിൽ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സിങ്കിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഉരച്ചെടുത്ത് വരാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സിങ്കിൻ്റെ എല്ലാ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ആ സിങ്കിൻ്റെ എണ്ണമെഴുക്കും എല്ലാം നന്നായിട്ട് തന്നെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കാം. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള സിങ്കായാലും അതുപോലെ തന്നെ ദുർഗന്ധമൊക്കെയുള്ള സിങ്കായാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അതും ഒരു ക്ലീനിങ് ടിപ്പ് തന്നെയാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്യാസിൻ്റെ ലൈറ്ററാണ്. ഇത് പഴയ ലൈറ്ററാണ് കേട്ടോ. പുതിയൊരു ലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയപ്പോൾ ഒഴിവാക്കിയ ലൈറ്റർ തന്നെ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ അതെടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ നന്നായിട്ട് തന്നെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റർ ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാൻ വയ്യല്ലോ. അപ്പോൾ അതാ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അഴുക്കപ്പിടിച്ചിട്ടുള്ള ഗ്യാസ് ലൈറ്ററൊക്കെ നമുക്ക് പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈറ്ററിൽ അത്യാവശ്യം തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒഴിവാക്കിയിട്ടുള്ള ലൈറ്ററാണ്. അത് ജസ്റ്റ് ഉപയോഗിക്കാൻ എടുത്തപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ലൈറ്ററിൻ്റെ പിടി ഒഴിച്ചിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് വേണം കേട്ടോ റോൾ ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു ലൈറ്റർ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ കളറ് തന്നെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ 1-2 തവണ ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു രീതിയിൽ ആ ഉപ്പിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും അതേ രീതിയിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ലൈറ്റർ ആ ഒരു ഉപ്പിൻ്റെയും ആ ഒരു ബേക്കിംഗ് സോഡയുടെയും മിക്സിൽ കുറച്ച് സമയം പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചെറിയ രീതിയിലൊക്കെ അഴുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഒരു ലൈറ്ററിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടായിരുന്നു. എന്നാലും എനിക്കതൊരുവിധം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 1-2 തവണ തിരിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും ഉപ്പിൻ്റെയും ബേക്കിംഗ് സോഡയുടെയൊക്കെ വൈറ്റ് കളറ് പോയിട്ട് നല്ലപോലെ അഴുക്കൊക്കെ ആ ഒരു മിക്സിലേക്ക് സ്പ്രെഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്ററും കുറച്ചൊരു തെളിച്ചം വന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ആ ഉപ്പിൻ്റെ ഒരു കളറ് കണ്ടോ, ഇത്രയും അഴുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പേപ്പറിലൊക്കെ അഴുക്കുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തുടക്കുന്ന തുണിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തുരുമ്പിൻ്റെ കറയൊക്കെ. വീണ്ടും നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 2 തവണ മാത്രമേ ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഇത് ഒഴിവാക്കിയിട്ടുള്ള ലൈറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേത് നല്ലത് കേട് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈറ്ററിൽ. ഇതെനിക്ക് അത്യാവശ്യം തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ലൈറ്ററുകൾ ഇതേ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. സോപ്പോ ലിക്വിഡോ ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.